യുദ്ധം നമ്മുടെ അടുക്കളയിലേക്ക് കയറിയിരിക്കുന്ന അത്യന്തം ദുർഘടമായ അവസ്ഥയിലൂടെയാണ് ലോകരാജ്യങ്ങൾ കടന്നുപോകുന്നത്. ഇസ്രായേൽ ഇറാനിൽ ബോംബിട്ടാൽ എന്തേ എന്ന് ചോദിക്കുന്നവർക്ക് ഇപ്പോൾ അടുക്കള കൊട്ടിയടച്ചോളൂ എന്ന ഉത്തരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം, ഞങ്ങൾ വിജയിച്ചു, ഇനി മതി ഈ യുദ്ധക്കളി എന്ന് അമേരിക്ക പറയുമ്പോഴും പോകാൻ വരട്ടെ, യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കാം, പക്ഷേ ഇനി യുദ്ധം എന്നവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇതോടെ യുദ്ധം വീണ്ടും കനക്കുകയാണ്. അവിടേക്കാണ് റഷ്യ സമാധാനത്തിന്റെ വഴി തേടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പ്രസിഡന്റിനെ വിളിക്കുന്നത്. അതിനു പിന്നാലെ കാരണം ഇറാനിലെ ഇസ്ഫാനിലുള്ള റഷ്യൻ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയുടെ നിഴലിൽ എത്തിച്ചു എന്നുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ആക്രമണത്തിൽ കോൺസുലേറ്റ് കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് മാത്രമാണ് ഏകാശ്വാസം. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ആക്രമണം നടക്കുക എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിനായുമായി അടിയന്തരമായി ഫോണിൽ സംസാരിച്ചു. യുദ്ധ സാഹചര്യം എത്രയും വേഗം ലഘൂകരിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നുമാണ് പുടിൻ ആവശ്യപ്പെട്ടത്. സമാധാനപരമായ പരിഹാരത്തിനാണ് റഷ്യ മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാകുമ്പോഴും മേഖലയിലെ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമാണ്. റഷ്യ നൽകുന്ന പിന്തുണയ്ക്ക് ഇറാൻ നന്ദി അറിയിച്ചെങ്കിലും തിരിച്ചടികളുടെയും പ്രത്യാക്രമണങ്ങളുടെയും പരമ്പര തുടരുമോ എന്ന ഭീതി നിലനിൽക്കുന്നു. അതേസമയം ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്കയ്ക്കും വലിയ ആഘാതങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇതുവരെ ഏകദേശം 150ഓളം US സൈനികർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണെന്ന് പെന്റഗൺ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടക്കത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം വളരെ കുറവാണെന്നായിരുന്നു അമേരിക്കൻ നിലപാടെങ്കിലും പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്ന രീതിയിലുള്ളതാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുമെന്നും വരാനിരിക്കുന്നത് ഏറ്റവും വിനാശകരമായ ആക്രമണമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളിൽ തങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് ഭരണകൂടം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്നും പെന്റഗൺ അവകാശപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഈ കലുഷിതമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടും വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിലെ സംഘർഷം ആഗോള ഇന്ധനവിലയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും മാത്രമേ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഇന്ത്യയുടെ പക്ഷം. ഇന്ത്യയെ കൂടാതെ തുർക്കി ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും സമാധാന ചർച്ചകൾക്കായി രംഗത്തുണ്ട്. ഇസ്ഫാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണം കേവലം ഒരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് റഷ്യയുടെ നയതന്ത്ര പ്രതിച്ഛായയ്ക്ക് മേലുള്ള പ്രഹരം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം നയതന്ത്ര തലത്തിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ അത് ലോകമഹായുദ്ധം പോലുള്ള വലിയ ഭീഷണികളിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നു. ഇറാന്റെ മണ്ണിൽ റഷ്യൻ സാന്നിധ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായത് റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് കൂടുതൽ നേരിട്ടിടപെടാൻ പ്രേരിപ്പിച്ചേക്കാം. അമേരിക്കയുടെ കടുത്ത നിലപാടുകളും ഇറാന്റെ തിരിച്ചടികളും റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങളും തമ്മിലുള്ള ഈ വടംവലി എങ്ങോട്ട് അവസാനിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ധന പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും പടിവാതിക്കൽ നിൽക്കെ പശ്ചിമേഷ്യയിൽ നിന്നുയരുന്ന ഈ യുദ്ധകാഹളം മനുഷ്യരാശിയെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം.